ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പേരിൽ നിങ്ങളടുത്ത് പണം വാങ്ങി വന്ന യൂസാലി നിങ്ങളെ പണം തിരിച്ച് തന്നോ എന്ന് ഒരുത്തൻ ചോദിച്ചത്. തീർച്ചയായിട്ടും യൂസാലി പണം തിരിച്ച് തന്നിട്ടില്ല എന്ന് മാത്രമല്ല, തിരിച്ച് തരാൻ പോകുന്നതിൻ്റെ ഇടയിൽ തിരിച്ച് തരും എന്നൊക്കെ പറഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് പൈസ ചാമ്പുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. പലപ്പോഴും ആൾക്കാർ നമ്മളെ പറ്റിക്കുമ്പം അവർ നമ്മളെ മൈൻഡിനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വലിയൊരു അബദ്ധത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ പറയുന്നത്. യൂസാലി എനിക്ക് ലക്ഷങ്ങൾ തരാനുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും പറഞ്ഞ് വേറെ ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടിട്ടതിന് പകരം മറ്റെവിടെയോ കൊണ്ടിട്ടിട്ട് പൈസ എൻ്റെ പണം മുഴുവനും തുലച്ച ആൾ. അങ്ങനെയൊക്കെ നിന്ന് ഒരു ദിവസം യൂസാലി എൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി, ഞാനൊരു വലിയൊരു ആത്മീയ ആചാര്യൻ്റെ അടുത്ത് പോയി, ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. അദ്ദേഹം കുറേ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്തു, ഞാനിതാ നന്നായിരിക്കുന്നു, ഇനി ഞാൻ ഒരു മനുഷ്യനെയും പറ്റിക്കില്ല, എനിക്കൊക്കെ നേർവഴിക്കുള്ള വഴി എന്ന് പറഞ്ഞ് അന്ന് എനിക്കൊരു കുറി കിട്ടിയ സമയമായിരുന്നു. അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ മറ്റെല്ലാം മാറ്റിയിട്ട് ഡയറക്റ്റ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എൻ്റെ കൂടെ അടുത്ത വീട്ടിലൊരാളുണ്ട്, അയാൾ എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 മാസം കൊണ്ട് ഈ 2 ലക്ഷം ഹലാലായ രീതിയിൽ ഷെയർ മാർക്കറ്റിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുതരാം. ഞാൻ പറഞ്ഞു, ആരെടുത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുമെന്ന്. പരിചയപ്പെടുത്തൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ഒരു പുസ്തകവും വെച്ച് തന്നു. 5-6 മാസം ഓരോ മാസവും കറക്റ്റായിട്ട് ലാഭമൊക്കെ ഇങ്ങനെ തന്നു, ഇതാ കിട്ടിക്കൊണ്ടിരിക്കുന്നു, കാരണം ഞാനിപ്പോൾ നല്ല പക്കാ മനുഷ്യനാണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും പണം കിട്ടാനില്ല. അതേ ഡ്യൂറേഷനിൽ തന്നെ വീണ്ടും ഒരു ഗൂഗിൾ പേ വഴി 1 ലക്ഷം രൂപ വീണ്ടും അദ്ദേഹം പറഞ്ഞു, നമുക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, അതും ഒട്ടിപ്പിച്ചു. അതാണ് ലാസ്റ്റ്. ഇതൊക്കെ 5 വർഷം മുമ്പാണ്. എന്നാൽ അങ്ങനെ പറ്റിച്ചു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പറ്റിച്ച വ്യക്തികളുമായിട്ട് നമ്മൾ ഒരുപാട് കമ്മിറ്റഡായി മാറുക എന്നുള്ളതാണ്. നമ്മൾ പോലും അറിയാതെ ഇവർ പറ്റിച്ചൊരു വ്യക്തി പറ്റിച്ചാലും നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു വലിയ ഫണ്ട് അവരെ കയ്യിലുള്ളതുകൊണ്ട് അവർ പറ്റിച്ചു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കില്ല. പുറത്തുള്ള മനുഷ്യന്മാരൊക്കെ പറയുന്നത് ഓൻ്റെ പൈസയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. എന്തെങ്കിലും ഒരിക്കൽ അവർ തിരികെ തരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയായിരിക്കും നമ്മളുണ്ടാവുക. പിന്നെ അവരെ ഒരു മോശം വ്യക്തിയെ ചിത്രീകരിക്കാനുള്ള മൈൻഡും നമുക്കുണ്ടാവില്ല. കാരണം നമ്മുടെ വലിയൊരു ഹാർഡ്ലി ഏൺഡ് ആയിട്ടുള്ളൊരു ഇൻകം അവരെ കയ്യിൽ ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ അത് തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെ ആയിരിക്കും. ഇന്നും യൂസാലിൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇന്ന് പല രീതിയിൽ കേസുകളായിട്ടും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അവരെ പണം കിട്ടിയേ പറ്റുള്ളൂ. കാരണം യൂസാലിക്ക് അതെന്തായിരിക്കും, യൂസാലിക്ക് അത് വെറുതെ അവരുടെ പണത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. പിന്നെ ചിലരൊക്കെ പറഞ്ഞു, യൂസാലിക്ക് ഇന്നും പണം കിട്ടുന്നുണ്ട് മക്കളെ, നിങ്ങളായാൻ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ്, കാരണം അയാൾ ഇതൊക്കെ സേട്ടുമാരുടെ അടുത്തൊക്കെ പൈസ കൊടുത്ത് അയാൾക്ക് ഇന്നും പൈസ കിട്ടുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും പറ്റിക്കുന്ന വ്യക്തികൾ എങ്ങനെ വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർ പല രീതിയിലും വരും. പറ്റിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പിന്നെയും പറ്റിക്കും. കാരണം അവർക്ക് ഒരു മൈൻഡിനെ എങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യാമെന്നുള്ളത്, ഒരു മൈൻഡിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവരെ പണം എങ്ങനെ ചാക്കിലാക്കാമെന്നുള്ള കുബുദ്ധി വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ എനിക്കത് പറ്റിപ്പോയത്. തീർച്ചയായിട്ടും യൂസാലിൻ്റെ അടുത്ത് നിന്ന് എനിക്കിതുവരെ കിട്ടാനുള്ള പണം കിട്ടിയിട്ടില്ല. എന്നാലും കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ. യൂസാലി ഇന്നും ഒരു നല്ല മനുഷ്യനായിട്ടും സഹോദരനായിട്ടും തന്നെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം തിരികെ തരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്നലെ ഒരു മനുഷ്യൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് കുറേ കടം കൂട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അവർ കുടുംബക്കാരാണ് മൊത്തം വീട്ടിയത്. ഒരു പക്ഷേ യൂസാലിയുടെ മരണവാർത്ത കിട്ടുകഴിഞ്ഞാൽ ചിലപ്പം അവരെ കുടുംബക്കാർ വന്ന് വീട്ടിയാലോ എന്നുള്ള പ്രതീക്ഷയിലൊക്കെ നിൽക്കുന്നവരുണ്ട്. കാരണം വീട്ടാത്ത കടവുമായിട്ട് ഒരാൾ യാത്ര ചെയ്താൽ ആ യാത്ര ധന്യമാവില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഭാരതീയ വിശ്വാസത്തിലും എല്ലാ മതങ്ങളിലും ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ ക്രെഡിറ്റിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. യൂസാലിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇനിയും അറിയില്ല. യൂസാലി ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. ഫോൺ ചെയ്താൽ എടുക്കാറില്ല. അദ്ദേഹം നാട്ടിലേക്ക് വരുന്നുവെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും വന്നതിന് തെളിവുകളില്ല. ഇനിയും യൂസാലിയെക്കുറിച്ചുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് അന്വേഷിക്കാതിരിക്കാനോ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനോ പറ്റില്ല. കാരണം എൻ്റെ ഹാർഡ്ലി ഏൺഡ് ആയിട്ടുള്ള 1.5 വർഷം 2 വർഷം അധ്വാനിച്ച അത്രയും എമൗണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലോക്കായി കിടക്കുകയാണ്. എന്തായാലും എൻ്റെ ദൗത്യങ്ങൾ ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. ദൗത്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയും ചെയ്യും. കാരണം എന്തിനാണ്, അത് നമുക്കൊരു പാഠം അതിലൂടെ ലഭിക്കാൻ വേണ്ടിയാണ്.